ഞാൻ ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചക്ക ഇവിടെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചക്കക്കുരുവും ചവണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു മിക്സിയിലെ ജാറിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കരുത്, പകരം ശർക്കര പാനിയാക്കി ആ വെള്ളം ചേർത്തിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ശർക്കര വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാൻ. എന്നിട്ട് ഇത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കൊരു കണക്കുണ്ടല്ലോ എത്രത്തോളം മധുരം നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നല്ല വടിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അരയ്ക്കണം, ഒരു തരി പോലും കാണരുത്. അതാ ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. മൈദ മാത്രമേ ചേർക്കുന്നുള്ളൂ, ഗോതമ്പ് പൊടി ചേർക്കുന്നില്ല. നമുക്ക് ഗോതമ്പ് പൊടിയും വെച്ച് തയ്യാറാക്കിയെടുക്കാൻ. ഞാനിവിടെ മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഞാൻ മൈദ ചേർത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് മാവ് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യുക. ഇനബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ അന്നേരം 2-3 പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, വെറുതെ എൻ്റെ ഇരുന്നപ്പോൾ ഞാൻ ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക അരച്ചതെല്ലാം അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തരി കടപ്പമുണ്ട്. അത് നമ്മുടെ വരിക്കച്ചക്ക ആയതുകൊണ്ട് നല്ല ഒന്ന് അരഞ്ഞൊന്നും കിട്ടത്തൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് കൂഴച്ചക്കയാണ്. ചക്കയുടെക്ക് നല്ലത് കൂഴച്ചക്കയാണ്, നല്ല മധുരവുമാണ്. പിന്നെ വരിക്കച്ചക്ക നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അത് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് വരിക്കച്ചക്കയെ കിട്ടിയുള്ളൂ, അതുകൊണ്ട് നമ്മൾ വരിക്കച്ചക്ക വെച്ചൊരു ചക്കയുടെ ഉണ്ടാക്കുക. നല്ല ഇനി ഇളക്കി കൈയും വെച്ച് നമ്മൾ നല്ല ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എനിക്ക് ഇച്ചിരി മധുരം കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെന്നില്ല, ഇത്തിരി കൂടെ മധുരം വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഏലക്ക ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക അതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനയിലക്കകത്തല്ല ഉണ്ടാക്കുന്നത്, വാഴയിലക്കകത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മാവ് നല്ലൊരു ലൂസായിട്ട് തോന്നും. പക്ഷേ അതിനകത്ത് വേറെ പിന്നെ നമുക്ക് മാവ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത് കുഴപ്പമില്ല. നമ്മുടെ ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ മാവിന് ഇച്ചിരി ലൂസ് കാണും, അതതിനകത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇലയെല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറേശ്ശെ എടുത്ത് അത് പരത്തി കൊടുക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും തേങ്ങയും കൂടെ വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ട് പിന്നീട് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി നമുക്കിത് ആവി വെച്ച് വേവിച്ചെടുക്കാം. ബാക്കിയും കൂടെ ഞാൻ പരത്തിയിട്ട് ആവി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പരത്തിയ ഇലയപ്പം, അതായത് ചക്കയപ്പം, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണവും പിന്നെ ആ വാഴയിലയുടെ നല്ലൊരു മണവും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമോ? ഓക്കേ.